ഡെവിൾ ലവ് ഭാഗം 6. സ്റ്റീഫൻ അർജുൻ്റെ റൂമിലേക്ക് വന്നു. ഈ സ്റ്റീഫൻ അർജുൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡാണ്. അർജുന് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരുത്തൻ. സർ, ഇഷാനി മാഡത്തെക്കുറിച്ച് എല്ലാ വിവരവും കിട്ടിയിട്ടുണ്ട്. അത് കേട്ട് അർജുൻ്റെ മുഖം വിടർന്നു. അത് കണ്ട് സ്റ്റീഫൻ അതിശയം തോന്നി. ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാത്ത തൻ്റെ ബോസ് ഇങ്ങനെ മാറാൻ കാരണമെന്താ? അവൻ ചിന്തിക്കാതിരുന്നില്ല. സ്റ്റീഫൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അർജുൻ മുഖം ഉയർത്തി നോക്കി. സർ, അത് കണ്ട് സ്റ്റീഫൻ വിളിച്ചു. പറ സ്റ്റീഫൻ. മാമിൻ്റെ നാട് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണ്. ചേവയൂർ ആണ്. അമ്മയും അനിയത്തിയുമാണ് ഉള്ളത്. അമ്മ ഒരു ടൈലർ ഷോപ്പിൽ ജോലിക്ക് പോകുന്നു. അനിയത്തി 10ലാണ് പഠിക്കുന്നത്. അച്ഛൻ ബസ് ഡ്രൈവർ ആയിരുന്നു. 2 വർഷം മുന്നേ അറ്റാക്കായി അച്ഛൻ മരണപ്പെട്ടു. വാടക വീട്ടിലാണ് താമസം. ഇവിടെ ഇപ്പോൾ 1 വർഷമായി ഓറ ഗ്രാൻഡ് ഇവൻറ്റിൽ ജോലി ചെയ്യുന്നു. അത് കേട്ട് അർജുൻ അവനെ നോക്കി. മുത്തശ്ശന് അവരെയല്ലേ ഏൽപ്പിച്ചത്? അതെ സർ. ഇഷാനി മാമാണ് ഇവൻറ്റ് കോർഡിനേറ്റർ. അത് കേട്ട് അർജുൻ്റെ മുഖത്ത് ചിരി വിരിഞ്ഞു. ഇത്രയും നന്നായി സർ ചിരിക്കുമോ? സ്റ്റീഫൻ അത് നോക്കി ചിന്തിച്ചു. പിന്നെ സർ. പെട്ടെന്ന് സ്റ്റീഫൻ്റെ ശബ്ദത്തിൽ വന്ന മാറ്റം കണ്ട് അർജുൻ നോക്കി. സർ, അത് പിന്നെ മാമിൻ്റെ കമ്പനിയുടെ മാനേജർക്ക് മാമിനോട് ഒരു ഇഷ്ടമുണ്ട് എന്നൊരു ന്യൂസ് കേട്ടു. അയാൾ മാമിനെ പ്രപ്പോസ് ചെയ്തു എന്നും കേട്ടു. അത് കേട്ടതും അതുവരെ ഉണ്ടായിരുന്ന അർജുൻ്റെ മുഖത്ത് ചിരി മാഞ്ഞു. അവൻ ശക്തിയിൽ കയ്യിലുണ്ടായിരുന്ന ഫോൺ പിടിച്ചു. ഫോണിൻ്റെ സ്ക്രീനിൽ പോറൽ വീണു. അവൾ എന്തു പറഞ്ഞു? അവൻ്റെ ശബ്ദത്തിൽ തണുപ്പ് നിറഞ്ഞു. പക്ഷേ ആ തണുപ്പിനെ ആണ് അവൻ്റെ ദേഷ്യത്തിനേക്കാൾ ഭയക്കേണ്ടത്. സ്റ്റീഫൻ ഉമിനീർ ഇറക്കി. മാം ആൻസർ പറഞ്ഞിട്ടില്ല എന്ന് പറയണം എന്നാണ് മാമിനോട് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കേട്ട് അവന് ദേഷ്യം അടക്കാനാവുന്നില്ല. എന്താ അവൻ്റെ പേര്? അർജുൻ ചോദിച്ചു. രാജീവ്. സ്റ്റീഫൻ പറഞ്ഞു. രാജീവ്. ആ പേര് അർജുൻ ഉച്ചരിച്ചു. ഓക്കെ, താൻ പോയിക്കോ. സർ, 2 ഡേ കഴിഞ്ഞ് ഔറ ഗ്രാൻഡ് ഇവൻറ്റ് ഇൻട്രാക്ഷന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. പക്ഷേ അവൻ്റെ മനസ്സിൽ ഇഷാനിയെ പ്രപ്പോസ് ചെയ്ത രാജീവ് എന്ന് മാത്രം കേട്ടു. അവൻ്റെ കണ്ണുകൾ ചുവന്നു. മുഖം വലിഞ്ഞു മുറുകി. നരമ്പ് പൊന്തി നിൽക്കുന്നുണ്ട്. ശരിക്കും ഒരു ഡെവിളിനെ പോലെ. അവൾ എൻ്റെയാണ്, എൻ്റെ മാത്രം. അവൻ്റെ മനസ്സിൽ മന്ത്രിച്ചു. ലഞ്ച് ബ്രേക്ക് സമയം. ഇഷാനിയുടെ കൂടെ ബീച്ചിൽ വന്നതാണ് രാജീവ്. പറയൂ ഇഷാനി, എന്താ തൻ്റെ തീരുമാനം? സർ, അത് ഇപ്പോൾ ഒരു മാരേജിന് ഞാൻ തയ്യാറല്ല. പിന്നെ പ്രണയിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഞാനുള്ളത്. ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഉണ്ട് എനിക്ക്. പിന്നെ ഞാൻ സാറിനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. സോറി, എനിക്ക് ഇതിനോട് താല്പര്യമില്ല, ഇഷാനി പറഞ്ഞു. അത് കേട്ട് രാജീവിൻ്റെ മുഖം മങ്ങി. എടോ, കുഴപ്പമില്ല, ഒരു ഇഷ്ടം തോന്നി എനിക്ക് തന്നോട്. അത് പറഞ്ഞു. അത് അത്രയേ ഉള്ളൂ. അത് വിട്ടേക്ക്. രാജീവ് ചിരിയോടെ പറഞ്ഞു. എങ്കിൽ നമുക്ക് ഓഫീസിലേക്ക് തിരിച്ചു പോവാം സർ. എൻ്റെ വർക്ക് പെൻഡിങ് ആണ്. അവൻ ഒരു കൃത്രിമ ചിരി മുഖത്ത് വരുത്തി. ഇഷാനി കാറിൻ്റെ അവിടേക്ക് നടന്നതും അവൻ്റെ ദേഷ്യം കടിച്ചമർത്തി. പെട്ടെന്ന് സ്റ്റീഫൻ റൂമിലേക്ക് കയറി വന്നു. സർ, മാം മറുപടി കൊടുത്തു. നോ എന്നാണ് പറഞ്ഞത്. ഈ പ്രപ്പോസലിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ബട്ട് സർ, ആ രാജീവ് അത്ര വെടിപ്പല്ല. ഒരു പ്ലേ ബോയ് ആണ്. പിന്നെ പക തോന്നിയ അത് വീട്ടാൻ എന്തും ചെയ്യുന്ന ഒരുത്തൻ. അത് കേട്ടപ്പോൾ അർജുൻ ചിരിച്ചു. അവൻ്റെ പക ആയി അവൻ അവളുടെ നേരെ അത് മരണത്തിലേക്ക് പോകുന്നത് പോലെയാണ് സ്റ്റീഫ. വൈകുന്നേരം ഫ്ലൈറ്റിൽ വന്ന രാജുവിനോട് മനസ്സിലുള്ളത് പറഞ്ഞത് നന്നായി എന്ന് ഗായവും രേഷുവും പറഞ്ഞു. അവൾക്ക് അത് ശരിയാണെന്ന് തോന്നി. പിന്നെ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. നേരം വൈകിയോ മോളെ? ഇന്നലെ നേരത്തെ വിളിച്ചല്ലോ. ഇന്നലെ ഞാൻ പോയിട്ടില്ലല്ലോ. ഇന്ന് അതുകൊണ്ട് വർക്ക് കൂടുതലായിരുന്നു അമ്മേ. ചിപ്പി എന്തിയമ്മേ? സംസാരം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീണ്ടുപോയി. ഫുഡ് കഴിച്ച് രേഷ്മയും അവൾ കിടന്നു. രാവിലെ ഇന്നാണ് അജു ഡിസ്ചാർജ് ആവുന്നത്. അച്ഛനും ഏട്ടനും കൂടെ വന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി. ഉബ്രോയ് മനുഷ്യൻ. വീട്ടിലെത്തിയതും മുത്തശ്ശി അവനെ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റി. പിന്നെ അവിടെ ഒരു സ്നേഹപ്രകടനമായിരുന്നു. ഏട്ടനും അനിയനും ഒക്കെ വല്യമ്മയും വല്യച്ഛനും മുത്തച്ഛനും മുത്തശ്ശിയും അമ്മയും അച്ഛനും ചെറിയമ്മയും അപ്പച്ചി അമ്മാവൻ എല്ലാവരും ചേർന്ന്. അല്ല, രുദ്രൻ എവിടെ ചെറിയമ്മേ? ഇവിടെ കാണാനില്ലല്ലോ. അവനതിന് വീട്ടിൽ കയറാൻ നേരം എവിടെ? എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും, ചെറിയച്ഛൻ ഈർഷ്യയോടെ പറഞ്ഞു. ഇതേ സമയം ഒരു കുപ്പി ബിയർ ഒറ്റയടിക്ക് കുടിക്കുന്ന രുദ്രനെ നോക്കി ദേവൻ സിംഗാനിയായിരുന്നു.
രുദ്ര, മതി. നീ വീട്ടിൽ പോകുന്നില്ലേ? ഇല്ല. എന്തിനാ? ഞാൻ എങ്ങും പോണില്ല. ദേവ, നിനക്കറിയോ, അവൻ ഇന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആ അർജുൻ. അവന് ഒരു കുഴപ്പവും പറ്റിയില്ല. അവനെ ഇല്ലാതാക്കി ഉബ്രോയ് ഗ്രൂപ്പ് എനിക്ക് എടുക്കാമെന്നായിരുന്നു ആഗ്രഹം. അതെങ്ങനെ രുദ്ര? അതിന് ഉബ്രോയ് ഗ്രൂപ്പ് അവൻ്റെ പാടിലുണ്ടാക്കിയ സാമ്രാജ്യമല്ലേ. അത് നിനക്ക് എങ്ങനെ കിട്ടാനാ? അതൊക്കെ ഞാൻ നേടിയെടുക്കുമായിരുന്നു. പക്ഷെ അവൻ രക്ഷപ്പെട്ടു. രക്ഷിച്ച് അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അവനെ ഈ ലോകത്തെ എല്ലാ വേദനയും അനുഭവിപ്പിക്കും. അതായിരിക്കും അവനെ രക്ഷിച്ചതിന് അവന് കിട്ടുന്ന എൻ്റെ സമ്മാനം. അത് കേട്ടപ്പോൾ ദേവനും ദേഷ്യം വന്നു. ഏതവനെ അവനെ രക്ഷിച്ചേ പറഞ്ഞ പോലെ. അവൻ താൻ ഏർപ്പാടാക്കിയ ഗുണ്ടകളെ ഒന്ന് നോക്കി. ഒരുത്തനെ കൊല്ലാൻ പറഞ്ഞ അവൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ നോക്കാതെയാണോ നീയൊക്കെ വരുന്നത്? അത്യധികം ദേഷ്യത്തിൽ ദേവൻ ചോദിച്ചു. അത് കേട്ട് അവർ തല താഴ്ത്തി പിടിച്ചു. ദേവൻ അത് കണ്ട് പല്ല് കടിച്ചു. രുദ്രൻ അപ്പോഴും പാതിബോധത്തിൽ പിന്നെയും എന്തെല്ലാം പുലമ്പി മയക്കത്തിലേക്ക് പോയി. അത് കണ്ട് ദേവന്റെ ചുണ്ടിൽ പുച്ഛം വിരിഞ്ഞു. ഈ നാശത്തിനെ അവിടെ വല്ലതും കൊണ്ടിട്. ദേവൻ തന്റെ ഗാർഡിനെ നോക്കി പറഞ്ഞു. രുദ്രനെ കൊണ്ട് പോയപ്പോൾ പിന്നിൽ നിന്ന് ഒരു വിളി വന്നു. ദേവ. ആ പപ്പ. ഇവന് ഇനി എന്തിനാ? ഒന്നിനും കൊള്ളാത്ത ഒരുത്തനാ ആ രുദ്രൻ. അവൻ നിനക്ക് നാളെ ഒരു ശല്യമാവും. ഇല്ല പപ്പ, എനിക്കറിയാം അവനെ. നാളെ എന്നെ വേണമെങ്കിലും കൂടെ നിന്ന് ചതിക്കും അവൻ. പക്ഷേ അവൻക്ക് അർജുനോട് അസൂയയാണ്. അത് നമ്മൾ കൂട്ടിക്കൊടുത്താൽ ആ കുടുംബത്തെ നമുക്ക് നശിപ്പിക്കാനുള്ള വഴി ഇവൻ തന്നെ തുറന്നു തരും. എല്ലാം കഴിഞ്ഞ് ഒരു ഇരുചെവി അറിയാതെ ഇവനെ നമുക്കങ്ങ് തട്ടാം. ദേവ് കുടിലതയോടെ പറഞ്ഞു. അയാൾ ചിരിച്ചു. ഒപ്പം ദേവനും. ഇതൊന്നും അറിയാതെ രുദ്രൻ റൂമിൽ നല്ല ഉറക്കമാണ്. ദിവസങ്ങൾ ഓടി മറിഞ്ഞു. ഇന്നാണ് ഇഷാനി ഇവന്റ് ഡിസ്കഷന് വേണ്ടി ഉബ്രോയ് ഗ്രൂപ്പിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അവൾ ഫ്ലാറ്റിൽ നിന്ന് നേരത്തെ ഓഫീസിലെത്തി. ഇളനീല നിറത്തിലുള്ള സിൽവർ സ്യൂട്ട് ധരിച്ചിരുന്നത്. ഡ്രസ്സിൽ സിൽവർ നിറത്തിലുള്ള എംബ്രോയിഡറി വർക്ക് കാണാം. അതിനൊത്ത നീല ദുപ്പട്ട കഴുത്തിലൂടെ ഇട്ടിരിക്കുന്നു. ചെറിയ ജിമിക്ക സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ആ ലുക്കിൽ എല്ലാവരും അവളെ തന്നെ നോക്കി. രാജീവ് അവളെ ഒരു നിമിഷം നോക്കി. അവളും ഗായത്രിയും ചേർന്ന് ഒരു ഓട്ടോ വിളിച്ച് ഒബ്രോയ് മനുഷ്യനിൽ പോയി. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതും സെക്യൂരിറ്റി അവളോട് കാര്യം ചോദിച്ചു. അവൾ കാര്യം പറഞ്ഞു. അർജുൻ സാർ ഒരു കാര്യം പറഞ്ഞു. അർജുൻ ഒരു ഇവന്റ് ഡിസ്കഷൻ വരാൻ പറഞ്ഞത് കൊണ്ട് വന്നതാണ് എന്ന്. സെക്യൂരിറ്റി ഉടനെ അർജുനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവരെ കടത്തിവിടാൻ ഓർഡർ വന്നു. സർ പറഞ്ഞു നിങ്ങളോട് അകത്തേക്ക് ചെല്ലാൻ. അവർ അയാളെ നോക്കി ചെറുചിരി വരുത്തി അകത്തേക്ക് നടന്നു. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആ മാളികയുടെ പ്രൗഢി ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അത് കണ്ട് ഗായുവിൻ്റെയും ഇഷാനിയുടെയും വാ തുറന്നു. വെള്ള നിറത്തിൽ തല ഉയർത്തി നിൽക്കുന്ന 4 നില മാളിക രാജകൊട്ടാരത്തെ പോലും ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു. എൻ്റെ അമ്മോ, എന്താടി ഇത്? കൊട്ടാരോ? ഗായു ഇഷാനിയോട് ചോദിച്ചു. വിശാലമായ പൂന്തോട്ടവും ജലധാരയും ചേർന്ന ആ വീടിനെ ഒരു രാജകീയ ഭംഗി സമ്മാനിച്ചിരുന്നു. ഇഷാനി അവിടെയെല്ലാം നോക്കി ഗായുവിനെ പിടിച്ച് ഉള്ളിലേക്ക് കയറി. ഒരു സ്റ്റാഫ് അവിടേക്ക് വന്നു അവരെ കൊണ്ട് ഉള്ളിൽ കയറി. ആ സമയം പ്രായമുള്ള ഒരു മുത്തശ്ശി അവിടേക്ക് വന്നു. അവരുടെ മുഖത്തെ പ്രൗഢിയും വ്യക്തിത്വവും ഇപ്പോഴും മങ്ങിപ്പോയിരുന്നില്ല. വെള്ളി നൂലുകൾ പോലെ നിറച്ച മുടി ഭംഗിയായി കെട്ടിവെച്ചിരിക്കുന്നു. നെറ്റിയിൽ ചന്ദനക്കുറിയും അവർക്കൊരു ഗാംഭീര്യം ഭാവം നൽകി. സ്നേഹവും അനുഭവ സമ്പത്തും നിറഞ്ഞ കണ്ണുകളിൽ ഒരേ സമയം വാത്സല്യവും കർക്കശതയും കാണാമായിരുന്നു. വെളുത്ത കസവ് സാരിയിൽ രാജകീയ ഭംഗിയോടെ നിൽക്കുന്ന അവരെ കണ്ടാൽ ആരും ആദരവോടെ നോക്കി പോകും. ആരാ നിങ്ങൾ? അവർ ചോദിച്ചു. മാം, ഞങ്ങളാണ് വിശ്വനാഥ് സാറിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് അറേഞ്ച് ചെയ്യാൻ ഏൽപ്പിച്ചത് ഞങ്ങളെയാണ്. അത് കേട്ട് അവരൊന്ന് ചിരിച്ചു. മക്കളെ ഇരിക്കെ. ബിന്ദു അവർ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു. ഈ കുട്ടികൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് ബിന്ദു. അടുക്കളയിലേക്ക് നോക്കി ഇന്ദിരമുത്തശ്ശി സ്നേഹത്തോടെ പറഞ്ഞു. അയ്യോ മാഡം, അതൊന്നും വേണ്ട, ഇഷാനി പെട്ടെന്ന് പറഞ്ഞു. എന്താ വേണ്ടാത്തത് മോളെ? മുത്തശ്ശി ഒരു ചെറുചിരിയോടെ ചോദിച്ചു. ആദ്യമായല്ലേ നിങ്ങൾ ഈ വീട്ടിൽ വരുന്നത്? അതിഥികൾക്ക് എന്തെങ്കിലും കൊടുക്കാതെ വിടുന്നത് ഞങ്ങളുടെ പതിവല്ല. അത് കേട്ടത് ഇഷാനിയും ഗായത്രിയും പരസ്പരം നോക്കി. ഇത്രയും വലിയ വീട്ടിലെ ആളായിട്ടും യാതൊരു അഹങ്കാരവും ഇല്ലാതെ സംസാരിക്കുന്ന മുത്തശ്ശിയെ അവർക്ക് ഇഷ്ടമായി. പിന്നെ ഒരു കാര്യം, മുത്തശ്ശി വീണ്ടും പറഞ്ഞു. എന്നെ മാഡം എന്ന് വിളിക്കേണ്ട. ഇന്ദിര മുത്തശ്ശിയെന്നോ വിളിച്ചാൽ മതി. ഈ മാഡം വിളി എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് കേട്ടതും ഗായത്രിയും ഇഷാനിയും അത്ഭുതത്തോടെ അവരെ നോക്കി.
പിന്നെ ഇരുവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശരി മുത്തശ്ശി, ഇഷാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ മതി. മുത്തശ്ശിയും ചിരിച്ചു. ഈ ഇവന്റിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അറിയില്ല മക്കളെ. അജു ആയിരിക്കും നിങ്ങളെ ഏൽപ്പിച്ചത് അല്ലേ? അതേ മുത്തശ്ശി, ഇഷാനി മറുപടി പറഞ്ഞു. അവനിപ്പോൾ വരും, അതുവരെ ഇരിക്കുക. അപ്പോഴേക്കും ബിന്ദു നല്ല തണുത്ത മാമ്പഴ ജ്യൂസുമായി അവിടേക്ക് എത്തി. അവർ ജ്യൂസ് എടുത്ത് കുടിക്കാൻ ആ സമയം തന്നെയാണ് അർജുൻ സ്റ്റെയർ ഇറങ്ങി വരുന്നത്. ബ്ലൂ കളർ പ്ലെയിൻ ഷർട്ടും ജീൻസും. ഷർട്ടിൻ്റെ 2 ബട്ടൺ ഓപ്പൺ ആണ്. സ്റ്റെപ്പ് ഇറങ്ങുന്നവൻ്റെ കണ്ണ് ആദ്യം മുടക്കിയത് ഇഷാനിയിലായിരുന്നു. ജ്യൂസ് കുടിച്ച് സോഫയിൽ ഇരുന്ന് മുത്തശ്ശിയോട് എന്തോ പറഞ്ഞ് ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു. തന്നെ ആരോ നോക്കുന്നത് പോലെ തോന്നി. ഇഷാനി മുഖം ഉയർത്തി നോക്കി. അവിടെ തന്നെ കണ്ണു മാറ്റാതെ നോക്കുന്ന അർജുനെ കണ്ട് അവളുടെ ഹൃദയം വീണ്ടും ശക്തിയിലിടിച്ചു. അവരുടെ നോട്ടങ്ങൾ തമ്മിലിടഞ്ഞു. പെട്ടെന്ന് മുത്തശ്ശി ഇഷാനിയുടെ നോട്ടം കണ്ട് നോക്കിയപ്പോഴാണ് സ്റ്റെപ്പിലുള്ള അർജുനെ കാണുന്നത്. അജു, ഈ കുട്ടികൾ നിന്നെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. മുത്തശ്ശിയുടെ ശബ്ദം ആണ് അവനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റി. താഴെ എത്തിയതും ഇഷാനിയും ഗായവും എഴുന്നേറ്റു. ഇരിക്കുക, അവൻ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അവനെ കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം 2 പേർക്കും നഷ്ടപ്പെട്ടു. എന്താ നിങ്ങളുടെ പേര്? അവൻ ചോദിച്ചു. ഇഷാനി, അവൾ പറഞ്ഞു. തൻ്റെയോ? ഗായത്രി. ഓക്കെ, ഇതിലാരാ ഇവൻറ്റ് കോർഡിനേറ്റർ? ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു ഇഷാനി. ആണ് സർ, ഗായത്രി മറുപടി